അങ്ങനെ ഡ്യൂൺ 2 കണ്ടു. കിടിലം പടമാണ്. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ പോയി സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ തന്നെ കാണുക. ഇത് റിവ്യൂ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഡ്യൂൺ 2 അല്ല പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഒരു മൂവി അനാലിസിസ് അല്ലെങ്കിൽ ഒരു മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. സോ കട്ട സ്പോയിലേഴ്സ് കാണും. പടം കണ്ടവർ മാത്രം ഈ വീഡിയോ കാണുക. ഫ്രാങ്ക് ഹെർബർട്ട് തന്റെ നോവലിലൂടെ വെറും ഒരു മിശിഹ ചരിത്രമല്ല പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് ഇന്നർ മീനിങ്ങുകൾ അതിനുണ്ട്. ഉൾമറഞ്ഞ രാഷ്ട്രീയവുമുണ്ട്. അത് ഡെന്നിസ് വെലന്യൂ എന്ന സംവിധായകൻ തന്റേതായ ആശയങ്ങൾ കൂടി തിരക്കഥയിൽ വിളക്കി ചേർത്ത് ഗംഭീരമായിട്ടാണ് സിനിമ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇതൊരു മാസ്റ്റർ പീസ് സിനിമയായി മാറുന്നത്. ഡ്യൂൺ എന്ന സിനിമ ശരിക്കും പറയുന്നത് എന്താണ്, അതിന്റെ ആഴത്തിലുള്ള ആശയം എന്താണ്, നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ശരിക്കും ഒരു ചതിയുടെ കഥയാണ്, ചൂഷണത്തിന്റെ കഥയാണ്. ചതിക്കുന്നത് മറ്റാരുമല്ല, ഇതിലെ നായകനെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോൾ തന്നെയാണ്. അതൊരു പോസിറ്റീവ് ക്യാരക്ടറോ മാസ് ഹീറോയോ ഒന്നുമല്ല. പോളിനും പോളിന്റെ അമ്മയ്ക്കും എന്തിന് അവന്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന അവന്റെ അനിയത്തി ആലിയയ്ക്ക് പോലും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആദ്യം കഥാപശ്ചാത്തലം പറയാം. കഥ നടക്കുന്നത് വിദൂര ഭാവിയിൽ അരാക്കിസ് എന്ന ഒരു മരുഭൂമി ലോകത്താണ്. ഇതൊരു ഡെസേർട്ട് എംപയറിന്റെ ഭാഗമാണ്. ഡ്യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സമ്പത്താണ് ആ മരുഭൂമിയിലുടനീളമുള്ള, അവിടെ മാത്രമുള്ള സ്പൈസ് എന്ന ഡ്രഗ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്. ഇതുപയോഗിച്ച് സ്പേസ് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ആർക്കും എടുക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ നേറ്റീവ്സ് ആയ ഫ്രീമനും അവർക്കൊപ്പം മരുഭൂമിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭീമാകാരന്മാരായ അനേകം സാൻഡ് വേംസും കൂടി ഈ സ്പൈസസിനെ സംരക്ഷിക്കുകയാണ്, നിധി കാക്കുന്ന ഭൂതങ്ങളെ പോലെ. ഈ ഫ്രീമൻ പ്രത്യേകം ശബ്ദമുണ്ടാക്കി വിളിച്ചാൽ സാൻഡ് വേംസ് വെളിപ്പുറത്തെത്തും. എക്സ്റ്റേണൽ അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവര് തമ്മിലുള്ള ഈ ഒരു യോജിപ്പ് ഫ്രീമനെ സഹായിക്കാറുമുണ്ട്. ഈ സ്പൈസസിന്റെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട് യൂണിവേഴ്സിലെ മറ്റ് ഹൗസുകൾ പല കാലങ്ങളിലായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവസാനം യൂണിവേഴ്സിന്റെ ചക്രവർത്തിയായ ഷദ്ദാം ഒരു വിഭാഗത്തെ ഇതിന്റെ ഫുൾ കൺട്രോൾ ഏൽപ്പിക്കുകയാണ്, ഹാർക്കൻസിനെ. അങ്ങനെ കുറെ കാലമായിട്ട് അവരായിരുന്നു ഇതിന്റെ ഭരണപക്ഷം. ഇവർ സ്പൈസ് നിയന്ത്രിക്കാൻ വേണ്ടി തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് ഫ്രീമെൻസിന് നന്നായിട്ട് അറിയാം. അവരതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹരാക്കൻസും ഫ്രീമനും തമ്മിലുള്ള നിരന്തര പ്രശ്നങ്ങൾ കാരണം എംബറർ അവരെ മാറ്റി ഡ്യൂണിന്റെ ചുമതല മറ്റൊരു ഹൗസ് ആയിട്ടുള്ള അട്രഡീസിനെ ഏൽപ്പിച്ചു. ഇത് ഹരാക്കൻസിന് പിടിച്ചില്ല. അട്രഡീസിന്റെ ഹെഡായ ഡ്യൂക്ക് ലെറ്റോയെ ചതിയിലൂടെ അവരങ്ങ് കൊന്നുകളഞ്ഞു. ലെറ്റോയുടെ പാർട്ണർ ജെസിക്കയും മകൻ പോളും പക്ഷെ വിദഗ്ധമായി അവരിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് ഒന്നാം പാർട്ടിൽ നമ്മൾ കണ്ടത്. സെക്കൻഡ് പാർട്ടിൽ പോളും അമ്മയും കൂടി ഡ്യൂക്കിനെ കൊന്ന ഹരാക്കൻസിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഫ്രീമെൻസിനെയും അവരുടെ മതങ്ങളിലുള്ള അന്ധവിശ്വാസത്തെയും കരുവാക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും ഈ ഫ്രീമൻ ജനതയാണ് പാവങ്ങൾ. അവരെ കാലാകാലങ്ങളായിട്ട് ചൂഷണം ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല പോളും. ചാനി ഉൾപ്പെടെയുള്ളവർ അവനെ നല്ലവനായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ്. ശരിക്കും പോൾ ഒരു പ്രവാചകനോ മിശിഹയോ ആണോ? അവിടെയാണ് തിരക്കഥയുടെ മിടുക്ക്. കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു പോളിനെ മിശിഹായാക്കി ഒരു വിശ്വാസത്തിന്റെയോ അന്ധവിശ്വാസത്തിന്റെയോ ഒരു മാസ് കഥയായിട്ട് തോന്നാം. അതേസമയം മുൻപേ എഴുതപ്പെട്ട ഒരു പ്രൊഫസിയുടെ ചരിത്രം മനഃപൂർവ്വം പോൾ തനിക്ക് കിട്ടിയ വിദഗ്ധ ട്രെയിനിങ്ങിലൂടെ റീക്രിയേറ്റ് ചെയ്ത് അവരുടെ വിശ്വാസം ആർജിക്കുന്നതാണെന്നും രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ രണ്ടാമത്തേതാണ് സത്യം. ഓൾറെഡി തങ്ങളെ രക്ഷിക്കാൻ പറുദീസയിലേക്ക് നയിക്കാൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ വരുമെന്ന് ഫ്രീമെൻസ് വിശ്വസിക്കുന്നുണ്ട്. പോളാണ് ആ പ്രവാചകൻ അഥവാ ലീസൻ അൽഗൈ എന്ന് കുറെ പേരെങ്കിലും വിശ്വസിക്കുന്നു. ഫ്രീമന്റെ ഈ വിശ്വാസത്തെ പോളും പോളിന്റെ അമ്മയും അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുകയാണ്. ജെസിക്കയും ഗർഭസ്ഥ ശിശുവായ ആലിയും തമ്മിലുള്ള സംസാരം തന്നെ ദുർബലരായ ഫ്രീമനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് പോളാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് ജെസിക്ക റെവറന്റ് മദറായ ശേഷം ഫ്രീമെൻസിനോട് മുഴുവൻ പറഞ്ഞു പരത്തുന്നു. അറിഞ്ഞുകൊണ്ട് അവർ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് എഴുതപ്പെട്ട പ്രൊഫസി തന്നെ ഉപയോഗിച്ച് എങ്ങനെ കൃത്യമായി തന്നെയും അമ്മയെയും പ്രവാചകനും വിശുദ്ധ മാതാവായും ഫ്രീമെൻസിന്റെ മുന്നിൽ പ്ലാന്റ് ചെയ്യാമെന്ന ധാരണ പോളിനുണ്ട്. സ്റ്റെൽഗാർഡിനോട് താൻ ലീസൻ അൽഗായി ഒന്നുമല്ല എന്ന് സ്വയം നിഷേധിക്കുമ്പോൾ അവനറിയാം ആ നിഷേധിക്കൽ കൊണ്ട് തന്നെ സ്റ്റെൽഗാർ അവനെ ലീസൻ അൽഗായി ആണെന്ന് വിശ്വസിക്കുമെന്ന്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവൻ താൻ പ്രവാചകനല്ല എന്ന് നിഷേധിക്കുമെന്നത് തന്നെ അവരുടെ വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ചതുപോലെ എന്ന് സ്റ്റെൽഗാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതേസമയം താൻ പ്രവാചകനൊന്നുമല്ല, സാധാരണ മനുഷ്യനാണ്, നിങ്ങളിൽ ഒരുവനാണ് എന്ന് പറയുന്നതിലൂടെ ചാനിയുടെ വിശ്വാസവും നേടി അവളുടെ മനസ്സ് കവരാനും പോളിന് സാധിക്കുന്നു. തന്റെ അച്ഛനെ കൊന്ന ഹരാക്കൻസിനോടുള്ള പ്രതികാരം ചെയ്യുക, അതോടൊപ്പം എംബറർ പിടിച്ചെടുക്കുക, അങ്ങനെ ഡ്യൂണിവേഴ്സിന്റെ സമ്പത്തായ സ്പേസസിന്റെ ആത്യന്തിക അധികാരികളാവുക.
ഇതാണ് പോളിന്റെയും അമ്മയുടെയും ലക്ഷ്യം. ഇടയ്ക്ക് ഝാനിയോടുണ്ടാകുന്ന പ്രണയം ഇതിന് പരോക്ഷമായി തടസ്സമാകുന്നുണ്ട്. ചേട്ടൻ ലക്ഷ്യം മറന്ന് പ്രണയത്തിൽ അന്ധനാകുന്നുവെന്ന് ആലിയ ഓർമ്മിപ്പിച്ചെന്ന് സൗത്തിലേക്ക് പോകും മുമ്പ് ജസീക്ക പോളിനോട് പറയുന്നുണ്ട്. അത് സത്യമാണ്. ഝാനിയോടുള്ള പ്രണയം പോളിൽ മാറ്റം വരുത്തുന്നു. സൗത്തിൽ പോയാൽ അവളെ തനിക്ക് നഷ്ടമാകുമെന്ന് ഭയപ്പെട്ടാണ് അവൻ പോകാൻ മടിക്കുന്നത് തന്നെ. മാത്രമല്ല, താൻ അമ്മയെ പിന്തുടരുകയാണെന്നും അത് ആയിരക്കണക്കിന് ഫ്രീമെൻസിന്റെ മരണത്തിന് കാരണമാകുമെന്നും പോൾ സ്വപ്നം കാണുന്നുമുണ്ട്. എവിടെയോ അവന്റെ ഉള്ളിലും നന്മയുടെ ഉറവ ഉണ്ടാവുകയായിരുന്നു. ഝാനിയുടെ സാന്നിധ്യം അവനെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറ്റുമെന്ന് മനസ്സിലാക്കിയ ജസീക്ക തന്റെ ഭാവി എന്താണെന്ന് പോളിന് കാണിച്ചു കൊടുക്കാനായിട്ടാണ് വാട്ടർ ഓഫ് ലൈഫ് കുടിപ്പിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടത് ക്രൗൺ ആണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതോടൊപ്പം തങ്ങൾ ഹാർക്കനൻസ് ആണെന്ന സത്യവും അവൻ അറിയുന്നു. ഇതിലെ ഫ്രീമനെ പാരഡൈസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിശ്വാസം ആർജിച്ചെടുത്ത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പോളിനെ പോലെ ശരിക്കും വിശ്വാസികളെയും സാധാരണ മനുഷ്യരെയും ഭക്തിയുടെയും ദൈവഭയത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് തങ്ങളുടെ ലക്ഷ്യം നേടുന്ന മതങ്ങളെയും ദൈവങ്ങളെയും കച്ചവടമാക്കുന്ന ആൾക്കാരുടെ റിയൽ ലൈഫ് റെഫറൻസ് തന്നെയാണ് ഡ്യൂണിൽ, അതും 1963 രചിക്കപ്പെട്ട ഒരു നോവലിൽ ഫ്രാങ്ക് ഹെർബർട്ട് എഴുതി വെച്ചത് എന്നുള്ളത് ഇതിന്റെ ബ്രില്യൻസ് തന്നെയാണ്. അതാണ് ഈ സിനിമയുടെ കാലിക പ്രസക്തിയും. ഇന്നും ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തങ്ങളെ മതങ്ങൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് തിരിച്ചറിയാതെ പല മണ്ടൻ ആചാരങ്ങളും ഫോളോ ചെയ്യുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന വസ്തുതയാണ്. അതുതന്നെയാണ് ഡ്യൂണിലൂടെ പറയുന്ന രാഷ്ട്രീയവും. ആചാരങ്ങളുടെ മണ്ടത്തരം ഒന്നാം ഭാഗത്ത് അരാക്കിസിലെ വിശുദ്ധ മരത്തിന് താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ കാണിക്കുന്നുണ്ട്. ആ വെള്ളം എത്രയോ സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുമായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ മരിച്ചുപോയ ആൾക്കാരുടെ ശരീരങ്ങളിൽ നിന്നും എടുത്ത വെള്ളം ഉപയോഗിച്ച് തടാകം സൃഷ്ടിച്ച് അത് വിശുദ്ധമായി കരുതി കുടിക്കാൻ ഉപയോഗിക്കാതെ വെച്ചേക്കുന്നതും കാണാം. ഇത് രണ്ടും മനുഷ്യർക്ക് ഉപകാരപ്രദമാകുമെന്നിരിക്കെ ട്രഡീഷന്റെ ആചാരങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ജലം പാഴാക്കി കളയുന്ന മണ്ടത്തരം ഇവിടെയും കാണാം. നമ്മുടെ റിയൽ ലൈഫിൽ ദൈവത്തിന് കാണിക്ക കൊടുക്കുന്ന സ്വർണ്ണ കിരീടവും കാശുമൊക്കെ ഉദാഹരണം മാത്രം. കടുത്ത വിശ്വാസികളായ ഫ്രീമനെ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചെടുത്ത് യുദ്ധത്തിലേക്ക് നയിക്കാൻ പോളിന് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈസി ആക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി അവസാനം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇതിലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു ക്യാരക്ടർ ഝാനിയാണ് എന്ന് പറയാൻ പറ്റുന്നത്. ആദ്യം മുതലേ ഈ മിശിഹ വരും എന്നുള്ള കഥയൊക്കെ തങ്ങളെ അടിമകളാക്കുകയുള്ളൂ എന്നവൾ വിളിച്ചു പറയുന്നുണ്ട്. പോളിന്റെ വിജയവും കിരീടധാരണവും എല്ലാം ആഘോഷിക്കപ്പെടുമ്പോൾ അവൾ മാത്രമാണ് അവിടം വിട്ട് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഫ്രീമെൻസിനൊപ്പം താനും പോളിന്റെ നുണകൾ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് അവൾ ദുഃഖത്തോടെയും ദേഷ്യത്തോടെയും മനസ്സിലാക്കിയിരുന്നു. മരിക്കും വരെ തന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ അവൻ തന്നെ അവളെ കിരീടത്തിന് വേണ്ടി ചതിക്കുന്നുമുണ്ട്. തന്റെ ലക്ഷ്യത്തിലെത്താൻ, പവറിലെത്താൻ ഷദ്ദാം ചക്രവർത്തിയുടെ മകൾ ഇരുളൻ രാജകുമാരിയെ അവൻ പബ്ലിക്കായിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. മലയാളത്തിൽ ഭരതന്റെ വൈശാലി സിനിമയിലെ പോലെ ഏറ്റവും ഒടുവിൽ പാലം കടന്ന ശേഷം ഉപേക്ഷിക്കപ്പെട്ട, ഒറ്റപ്പെട്ടു പോകുന്ന ഝാനിയെ ഇവിടെയും കാണാം. ചുരുക്കത്തിൽ പോൾ തന്റെ വല്യച്ഛൻ ബാരോണിനെയും സൈക്കോ ആയിട്ടുള്ള കസിൻ ഫെയ്ദിനെയും കൊന്ന് അധികാരത്തിലേറുന്നതോടെ ഡ്യൂണിവേഴ്സ് സുരക്ഷിതമായി എന്ന അർത്ഥമൊന്നുമില്ല. അവരെക്കാളെല്ലാം കുരുട്ട് ബുദ്ധിയുള്ള പോളാണ് ഇനി ഡ്യൂണ് നയിക്കുന്നത്. നല്ലവരെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും പോലെ നേതാക്കന്മാർ മതം ഉൾപ്പെടെയുള്ള ടൂൾ ഉപയോഗിച്ച് ഈസിലി വൾണറബിൾ ആയ പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നുവെങ്കിൽ ഇവിടെ പോള് തന്റെ പ്രതികാരത്തിനും പവറിനും വേണ്ടി ജനങ്ങളെ സ്വാതന്ത്ര്യം നൽകാം, പാരഡൈസ് കാണിക്കാം എന്നൊക്കെ കബളിപ്പിച്ച് അവരെ കരുക്കളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവന് ഇനി യൂണിവേഴ്സിനെയും സ്പൈസസിനെയും മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒപ്പം ഫ്രീമാൻ ജനതയെ അവരറിയാതെ അടിമകളാക്കി വെക്കാനും കഴിയും. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൗണ്ടിങ് ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കം. ഇനി നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.